മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം നടൻ നിവിൻ പോളിക്കെതിരെയെന്ന് സൂചന. നിവിൻ പോളിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അൺഫോളോ ചെയ്തു. മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിലെ നായകനാണ് നിവിൻ പോളി. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ്. അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ലിസ്റ്റിനെ പുറത്താക്കണമെന്ന് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊരു പരാമർശത്തിലേക്ക് ലിസ്റ്റിൻ സ്റ്റീഫനെ എത്തിച്ചത് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ആ വലിയ തെറ്റ്? അർജുൻ മട്ടന്നൂർ, ആ തെറ്റ് ചെയ്തത് നിവിൻ പോളിയാണെന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? സുജയ, അത്തരത്തിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചത് നിവിൻ പോളി ആണ് എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ലോഞ്ചിങ് പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയത്. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നു, ആ തെറ്റിൽ നിന്നും ആ നടൻ പിന്മാറണം, ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം. പക്ഷേ നടൻ ആരാണ് എന്ന് വ്യക്തമാക്കാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ തയ്യാറായിരുന്നില്ല. വലിയ ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ അടക്കം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫനും അതോടൊപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനുമായ അരുൺ വർമ്മയും ഈ നിവിൻ പോളിയെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്നടക്കം അൺഫോളോ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ഈ ബേബി ഗേൾ എന്ന ചിത്രം മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്നു. ഈ ചിത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയാണ്. പക്ഷേ കുഞ്ചാക്കോ ബോബനെ ഈ ചിത്രത്തിലേക്ക് നായകനാക്കാൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിവിൻ പോളി നായകനായി എത്തുന്നത്. നിവിൻ പോളി ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഷൂട്ടിങ്ങിനിടെ തനിക്ക് അവധി വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെടുന്നു. പക്ഷേ അവധി നൽകാൻ കഴിയില്ല എന്ന നിർമ്മാതാവും സംവിധായകനും നിലപാടെടുക്കുന്നു. പക്ഷേ അത് കൂട്ടാക്കാതെ നിവിൻ പോളി ആ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശങ്ങളിലേക്കും മറ്റും എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ നിവിൻ പോളിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു എന്ന വിവരവുമുണ്ട്. പക്ഷേ അപ്പോഴും നിവിൻ പോളി വഴങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ഗത്യന്തരമില്ലാതെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. നിവിൻ പോളി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന മറ്റൊരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ് എത്തിയത്. ഇതിൻ്റെ ചിത്രങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതാണ് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കാരണമായത്. എന്തായാലും ഒരു പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഫിലിം ചേംബറിനും ലിസ്റ്റിൻ സ്റ്റീഫൻ പരാതി നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ പരാതിയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. അതിനിടെയാണ് സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസിൻ്റെ പരാതി ലിസ്റ്റിൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. സാന്ദ്ര തോമസ് പറയുന്നത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു ഭാരവാഹി തന്നെ ഇത്തരത്തിൽ സംഘടനകൾക്ക് കൃത്യമായി പരാതി നൽകാതെ മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് തെറ്റാണ് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഈ ഭാരവാഹിത്വത്തിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ലിസ്റ്റിൻ സ്റ്റീഫനെ പുറത്താക്കണമെന്നും സാന്ദ്ര തോമസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിതെളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല വിവാദങ്ങൾ മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ വിവാദങ്ങളോട് ചേർത്ത് വെക്കാവുന്ന വിഷയമാണോ ഇത് എന്നായിരുന്നു ആദ്യം എല്ലാവരും സംശയിച്ചത്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ സിനിമാ താരങ്ങളുടെ പ്രതിഫലം അതോടൊപ്പം തന്നെ അവരുടെ നിസ്സഹകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കാലമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകളും ഉയർത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രധാന നടനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി പരാതി ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൽ സംഘടനകൾ ഇടപെടും. അത്തരത്തിലേക്കൊരു ഒത്തുതീർപ്പ് എന്നതായിരിക്കും ഇതിന് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു സാധ്യത.